ഒരു 1.5 ഇയേഴ്സ് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റിൻ്റെ റിസൾട്ടാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് അന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ഇത് കണ്ടിട്ട് ഒരേ ആളെ പോലെ തോന്നുന്നില്ലല്ലോ, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളെ പോലെ തോന്നുന്നില്ല. രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഹെയർ കംപ്ലീറ്റ്ലി സ്റ്റൈൽ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ആ സർജറി കഴിഞ്ഞിട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ആഫ്റ്റർ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഡെഫിനറ്റ്ലി ഫേസ് ലിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ള എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ്, അതായത് ഡെഫിനറ്റ്ലി നീരുണ്ടാവും. അതായത് എഡീമ അല്ലെങ്കിൽ നീര് വലിയാനായിട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ടേക്ക് ടൈം. അതുപോലെ ഈ പേഷ്യൻ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ കേട്ട് തിരിച്ച് ദേ കെയിം ബാക്ക് ആഫ്റ്റർ വൈൽ ടു കം ആൻഡ് വിസിറ്റ് മീ അഗൈൻ. വന്നപ്പോഴുള്ള പിക്ചേഴ്സ് ഇപ്പോൾ കാണിച്ചു തരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എത്രമാത്രം വ്യത്യാസമാണ്, ചേഞ്ചാണ് വന്നില്ല. ആ നീര് വന്നിട്ടുള്ള അവസ്ഥയിൽ നിന്ന് കംപ്ലീറ്റ്ലി നീരും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് വലിഞ്ഞു പോയി കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് ടു എ നാച്ചുറൽ റിസൾട്ട്. ആൾ മാറിപ്പോവുക കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ലാതെ ആളുടെ തന്നെ ഫേസ് കുറച്ചും കൂടെ ഒരു യങ്ങറായിട്ട് റിങ്കിൾസും കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ജോ ലൈൻ കുറച്ചും കൂടെ സ്നാച്ച് ചെയ്തിട്ട് ജൗൾസും കാര്യങ്ങളൊക്കെ മാറി ആ നെക്കിൻ്റെ അവിടുത്തെ ഇതെല്ലാം കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലോട്ടാണ് വരിക. ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി നീരുണ്ടാവും. ആ നീര് വലിഞ്ഞു പോകുന്നത് ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വലിഞ്ഞു പോകാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. ചില ആൾക്കാർക്ക് ഒരു മാസമായിരിക്കാം, 2 മാസമായിരിക്കാം, ബട്ട് ഇറ്റ് ഡെഫിനറ്റ്ലി നോർമൽ ആൻഡ് ഇറ്റ് ഗിവ് എ മോർ നാച്ചുറൽ റിസൾട്ട് ദാറ്റ് വേ.